ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ രക്ഷയുടെ അടയാളമാണ് കുരിശ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് പിന്നിൽ എപ്പോഴും കുരിശുണ്ട്. ദേവാലയത്തിൻ്റെ മുകളിലുണ്ട്, പ്രാർത്ഥനാ പുസ്തകങ്ങളിലുണ്ട്, വിശുദ്ധരുടെ കരങ്ങളിലുണ്ട്, സിംതേരി പോലും കുരിശുണ്ട്. ക്രൈസ്തവ വിശ്വാസ ആത്മധൈര്യത്തിൻ്റെ അടയാള വാക്കാണ് കുരിശ്. പലർക്കിത് വെറുമൊരു ആഭരണമാണ്. കഴുത്തിൽ മാലയോടൊപ്പം ധരിക്കാൻ, ചെവിയിൽ കമ്മലിനോടൊപ്പം ധരിക്കാൻ, കയ്യിൽ ഒക്കെയായിട്ടത് വെറുമൊരു അലങ്കാരമായിട്ട് മാറുന്നു. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആഭരണമുള്ള ആരാധനയുടെ അടയാളമാണ്. സങ്കടങ്ങളുടെ നേരത്ത്, നിരാശയിൽ കുരിശിലാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത്. സത്യം, മനുഷ്യരുടെ ജ്ഞാനത്തെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു കുരിശിൻ്റെ നിസ്സഹായതയാണ്. പലർക്കും ഇതിൻ്റെ ആഴം മനസ്സിലാകുന്നില്ല. ഓഷോ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ഈസ് ക്രോസാനിറ്റി. കുരിശ് മാത്രമാണ് ക്രിസ്തുമതം വാഴ്ത്തുന്നതെന്ന്. ലോകത്തിൻ്റെ പ്രസാദാത്മകമായ മുഖം അവർക്കറിഞ്ഞുകൂടായിരുന്നു. സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രം വാഴ്ത്തുന്ന വിശ്വാസമാണ് ക്രൈസ്തവ സഭയ്ക്കെന്ന്. ഓഷയ്ക്ക് തെറ്റുപറ്റി. കുരിശ് സങ്കടത്തിൻ്റെ അടയാളമല്ല, സങ്കട പിന്നിലുള്ള മഹിമയുടെ അടയാളമാണ്. അത് തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൽ പറയേണ്ടത്. ലോകത്തിന് ഇപ്പോഴും കുരിശ് ഒരു ഇടർച്ചയുടെ അടയാളമാണ്. വിജാതിയർക്കും യഹൂദർക്കും അത് ഇടർച്ചയുടെ അടയാളമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? കുരിശ് നമ്മുടെ അഹങ്കാരത്തെ വെല്ലുവിളിക്കും. വലുതാകാൻ മാത്രം ആഗ്രഹിക്കുന്നൊരു മനസ്സാണ് നമുക്കുള്ളത്. തോൽക്കാൻ നമുക്ക് മനസ്സില്ല. വിജയിച്ച് പരമോന്നതിയിലെത്താൻ കൊതിക്കുന്ന എന്തോ ഒന്ന് എല്ലാ മനുഷ്യരെയും ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കുരിശ് എന്താ പറയുന്നത്? തോറ്റ, നിസ്സഹായനായ, വീണുപോയ ഒരു ദൈവത്തെയാണ് അത് കാണിച്ചു തരുന്നത്. എല്ലാവരും ജയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സ്നേഹം മൂലം തോറ്റുപോയൊരു ദൈവത്തിൻ്റെ ഏറ്റവും പച്ചപ്പുള്ള ഓർമ്മയാണ് കുരിശ് നമുക്ക് കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അഹന്തയെ മുറിവേൽപ്പിക്കും. പിന്നെ കുരിശ് നമ്മുടെ വിജ്ഞാനത്തെ ലജ്ജിപ്പിക്കും. അറിവുള്ള മനുഷ്യരൊക്കെ തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നാം കണ്ടെത്തിയിട്ടുണ്ട്. ഒരാറ്റം പോലും നമുക്കറിയാം. ഒരു ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ആഴം പോലും മനസ്സിലാക്കാൻ നമുക്കറിയാം. അങ്ങ് ലോകാതിർത്തിയുള്ള കാര്യങ്ങൾ പോലും ടി വിയിൽ കാണാൻ മാത്രം പരിജ്ഞാനം വളർന്നിട്ടുണ്ട്. ഇമെയിലൊക്കെ പണ്ടാരും സ്വപ്നം കാണാത്ത കണ്ടെത്തലുകൾ തന്നെയാണ്. ഇതൊക്കെ അറിവിൻ്റെ തലമാണ്. എന്നാൽ കുരിശ് നമ്മുടെ അറിവുകളെ ലജ്ജിപ്പിക്കും. കാരണം എന്താ? മനുഷ്യരുടെ ബുദ്ധിക്ക് നിരക്കാനാകാത്തൊരു ത്യാഗമാണ് ദൈവം ചെയ്തത്. സ്വന്തം പുത്രനെ ബലിയായിട്ട് നൽകി കാൽവരിയിൽ മരക്കുരിശിൽ. എല്ലാവരും വേദനിപ്പിച്ചിട്ടും ആ കുരിശിൽ കിടന്നവൻ അവരോട് ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. മനുഷ്യരുടെ ജ്ഞാനത്തിനൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഈ വിഡിത്തം. എന്നാൽ ദൈവത്തിൻ്റെ പരമമായ പദ്ധതിയാണ് ഈ കുരിശ് നമുക്ക് തരുന്നത്. പലരും ഇതിൽ ആശ്വാസം കിട്ടുന്നു, ചിലർ അതിൽ ഭിന്നചിഹ്നനായി വിശ്വാസം നഷ്ടപ്പെട്ട് അകന്നു പോകുന്നു. ഇന്നും ക്രൈസ്തവ സഭയെ യേശുവുള്ള വിശ്വാസത്തെ തകർക്കാൻ ഉപകരണമാക്കി മാറ്റുന്നുണ്ട് ഈ കുരിശ്. എന്തുകൊണ്ട് കുരിശുണ്ടാകുന്ന സങ്കടമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു, ദുരന്തമുണ്ടാകുന്നു, കലഹമുണ്ടാകുന്നു എന്ന് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യരുടെ കണ്ണുകളിൽ വെറും കുരിശായതുകൊണ്ടാണ്. എന്നാൽ കുരിശിൻ്റെ പിന്നിലൊരു മഹിമയുണ്ടെന്ന് ക്രിസ്തുവിൻ്റെ കുരിശുമരണം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവൻ മനവരാശിയോട് പറയുന്നു, എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുദിന കുരിശെടുക്കണമെന്ന്. അതൊരു വെല്ലുവിളിയാണ്. എന്താണ് നമ്മുടെ അനുദിന കുരിശ്? നമ്മൾ പലതും ആഗ്രഹിക്കാറുണ്ട്, പലതും പദ്ധതി ചെയ്യാറുണ്ട്.
എന്നാൽ അതിന് വിരുദ്ധമായി ദൈവം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമാണ് നമ്മുടെ അനുദിന കുരിശ്. അതെടുക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നല്ലൊരു ജോലിക്ക് വേണ്ടി എല്ലാ സർട്ടിഫിക്കറ്റുമായി നാം ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു, പ്രതീക്ഷിച്ച പോലെ ജോലി കിട്ടുന്നില്ല, പുറത്താക്കപ്പെടുന്നു. ഇതാ നമ്മുടെ അനുദിന കുരിശ്. ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പലവിധ കാര്യങ്ങൾ ചെയ്യുന്നു, വയസ്സ് കൂടുന്നതല്ലാതെ ഒരു ജീവിത പങ്കാളിയെ കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ കുരിശ്. ഒരു രോഗം മാറാൻ വേണ്ടി ആതുരാലയങ്ങളിൽ അലഞ്ഞു തിരിയുന്നു, പണം ഒരുപാട് ചിലവാക്കുന്നു, രോഗം മാറുന്നില്ല, മരുന്ന് കൂടുന്നതനുസരിച്ച് രോഗം വർദ്ധിക്കുന്നു. ഇതാണ് നമ്മുടെ കുരിശ്. ഒരു പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു, അവൾ നിരസിക്കുന്നു. ഇതാണ് നമ്മുടെ കുരിശ്. ഒരു ബിസിനസ്സിന് വേണ്ടി ഇതുവരെയും ശേഖരിച്ച സമ്പത്ത് മുഴുവൻ നാം ഇടുന്നു, എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ആ ബിസിനസ് പരാജയപ്പെട്ട് ശേഖരിച്ചതൊക്കെ കൈവിട്ടു പോകുന്നു. ഇതാണ് നമ്മുടെ കുരിശ്, അനുദിന കുരിശ്. ഇതിനെ നമുക്കെടുക്കാനാകുമോ? നാം പ്രതീക്ഷിക്കുന്നത് മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് വിരുദ്ധമാണെങ്കിൽ അത് കുരിശ് തന്നെയാണ്. അതിനേറ്റെടുക്കാനുള്ള ആത്മീയ ആർജവമാണ് ക്രിസ്തു ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ വിളിക്കുന്നത്. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുരിശെടുക്കാൻ ഒന്നോർത്ത് നോക്കുക. യേശു എടുത്ത കുരിശ് അവൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിരുന്നു, പക്ഷെ ദൈവം കൽപ്പിച്ചതാണ്. ഗസ്തമനിൽ അവൻ പറഞ്ഞില്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റാൻ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവൻ അവൻ്റെ പ്രാർത്ഥന മാറ്റി ദൈവം ആഗ്രഹിച്ച കുരിശും എടുത്തുകൊണ്ട് കാൽവരിയുടെ പോയി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം ആഗ്രഹിക്കാത്ത ചില കുരിശ് നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ നാം കുരിശിനെ അന്വേഷിക്കും, അല്ലെങ്കിൽ കുരിശ് നമ്മളെ അന്വേഷിക്കും. നിശ്ചയമായും കുരിശുണ്ട്, അതിനെ നാം ഏറ്റെടുക്കണം. ഒന്നോർത്ത് നോക്കുക. യേശുനാഥൻ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന വഴിമധ്യേ സൈറിയൻ കാണാൻ ഒരു ശിമയോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുരിശുണ്ട്. അത് യേശുവിൻ്റെ കുരിശാണ്. അവൻ ആരാ? ഒരു യഹൂദന. പെസഹ ആഘോഷിക്കുവാൻ ജെറുസലേമിലേക്ക് ആകസ്മികമായിട്ട് വന്നവനാ. അവൻ്റെ ജീവിതത്തിലേക്കാണ് പടയാളികൾ യേശുവിനെ കുരിശ് വെച്ച് നീട്ടുന്നത്. യേശു ചമ്മട്ടുകൾ അടിയേറ്റ് തളർന്ന അവശനായി കാൽവരിയിലെത്തില്ല എന്ന് തോന്നിയപ്പോൾ സഹതാപം മൂലമല്ല, അവൻ്റെ ജീവനോട് കൊല്ലുവാൻ വേണ്ടിയാണ് പടയാളികൾ ആ കുരിശ് സൈമൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്തത്. അവൻ പ്രതീക്ഷിക്കാത്ത കുരിശ്. എന്നാൽ ആ കുരിശിനെ ഏറ്റെടുക്കുവാൻ അവന് കഴിഞ്ഞു. അതോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹവും രക്ഷയുടെ പദ്ധതിയും അവന് മനസ്സിലായി. പിന്നെന്ത് സംഭവിച്ചു എന്നൊക്കെ നോക്കുക. അവൻ യഹൂദനായിരുന്നിട്ടും അവൻ്റെ 2 മക്കൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അലക്സാണ്ടറും റൂഫോസും ആദ്യ ക്രൈസ്തവ വിശ്വാസികൾ ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത പല കുരിശുകളും വരും എന്നൊരു തിരിച്ചറിവിന് വെട്ടം നമുക്ക് വേണം. ഒരു പക്ഷേ മദ്യപാനിയായ നമ്മുടെ ജീവിത പങ്കാളിയാകാം നമ്മുടെ കുരിശ്, രോഗിയായ ഭാര്യയാകാം നമ്മുടെ കുരിശ്, മോശപ്പെട്ട ജീവിതം നയിക്കുന്ന മക്കളാകാം നമ്മുടെ കുരിശ്, സാമ്പത്തിക കെട്ടുറപ്പില്ലാത്തൊരവസ്ഥയാകാം നമ്മുടെ കുരിശ്, മോശപ്പെട്ട കുറ്റാരോപണം നടത്തുന്ന ഒരു അയൽവാസിയാകാം നമ്മുടെ കുരിശ്. ദൈവം അത് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വെച്ച് നീട്ടുമ്പോൾ അതിനവഗണിച്ച് മുന്നോട്ട് പോകാനാകില്ല. അതിനെടുക്കാൻ, അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആത്മീയ ആർജവമാണ് നാം സ്വന്തമാക്കേണ്ടത്. ഓർക്കുകയാണ് ഒരമ്മ. അമ്മയ്ക്കൊരു മകനുണ്ട്. 26 വർഷമായി കിടപ്പ് രോഗിയാണ്. എന്തോ അജ്ഞാതമായ രോഗം. അവൻ്റെ ശിരസ് അമിതമായിട്ട് വളർന്നു. ആ ശിരസ് വഹിക്കുവാൻ ശരീരത്തിന് ഭാരമില്ലാത്തതുകൊണ്ട് തളർന്നു കിടക്കുകയാണ്. അമ്മ വേണം അവനെ എടുക്കാൻ, അമ്മ വേണം അവനെ കുളിപ്പിക്കാൻ, ജീവിതത്തിൽ അനുദിന കാര്യങ്ങൾ ചെയ്യിക്കാൻ. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരിശാണത്. 20 വർഷങ്ങൾക്ക് മുമ്പ് കൂടെയുണ്ടെന്ന ജീവിത പങ്കാളി അവൻ്റെ പേരിൽ ജീവിതം ഉപേക്ഷിച്ചു പോയി. മറ്റൊരാളെ കെട്ടി സ്വസ്ഥമായൊരു കുടുംബജീവിതം ആരംഭിച്ചു. അമ്മയ്ക്ക് പരാതിയില്ല. സ്വന്തം പ്രാണനായിരുന്ന ജീവിത പങ്കാളി പോയിട്ടും ദൈവം കൊടുത്ത കുരിശിനെ സ്നേഹിക്കുന്നു, അവന് വേണ്ടതൊക്കെ കൊടുക്കുന്നു. ചുറ്റുപാടുള്ളവർക്ക് ഈ അമ്മയുടെയും മകൻ്റെയും ജീവിതം അത്ഭുതമാണ്. നിസ്സഹായനായി തളർന്നു കിടക്കുമ്പോൾ അവൻ്റെ മുഖത്തെപ്പോഴും പുഞ്ചിരിയെ കാരണം കൊടുക്കുന്നത് അമ്മയുടെ ആശ്വാസ പരിചരണമാണ്. രാത്രിയിൽ ആ സമയത്ത് അവൻ ഉണരും. പിന്നെ ഉറക്കം വരില്ല. അമ്മ ഉണർന്ന് അവനെ പരിചരിച്ചു കൊണ്ടേയിരിക്കും. അനന്തര ജീവിതത്തിന് വേണ്ടി അമ്മ മറ്റുള്ളവരുടെ തുണി തയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. രാത്രി ഉറക്കമരിച്ച് നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് സ്വന്തം മകനെന്ന കുരിശിനെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത, ആകസ്മികമായിട്ട് കടന്നു വരുന്ന കുരിശ്. അതിനെ ഏറ്റെടുക്കാനുള്ള ആർജവം നമുക്ക് വേണം. യേശു എടുത്തു. അതിലൂടെ അവൻ
നമ്മുടെ രക്ഷയുടെ അടയാളമായിട്ട് മാറി ഈ കുരിശ് പറയുന്നതാ. അത് കഴുത്തിലണിയുന്ന ഒരു ആഭരണമല്ല, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആശ്വാസത്തിൻ്റെ അടയാളമാണ്. തിരിച്ചറിയുക, അനുദിന കുരിശിട്ടെടുക്കാനുള്ള ആത്മീയ കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓർക്കുകയാണ്, പലപ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ശാപമെന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറയുന്നവരല്ലേ നമ്മൾ. ഓർക്കുക, ശാപമെന്ന് കരുതുന്നത് സ്നേഹത്തോടെ നാം ഏറ്റെടുക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുക തന്നെ ചെയ്യും. ഒരു അത്തിവൃക്ഷത്തിൻ്റെ കഥ ഓർക്കുകയാണ്. എല്ലാ വൃക്ഷങ്ങളും ഇല കൊഴിയുന്നൊരു വേനൽക്കാലമാണ്. എല്ലാത്തിൻ്റെയും പച്ചപ്പ് നഷ്ടപ്പെടുന്നു, ഫലങ്ങളില്ല. അപ്പോൾ ഈ ഒരു അത്തിവൃക്ഷം മാത്രം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, മനുഷ്യർക്ക് ഫലം നൽകാനാകണം, അല്ലെങ്കിൽ തണലെങ്കിലും നൽകാനാകണം. അതിനും കഴിയുന്നില്ലെങ്കിൽ എൻ്റെയും എല്ലാ മരങ്ങളുടെയും ജന്മം പാഴ്ജന്മമാണ്. എനിക്കൊരു പാഴ്ജന്മമാകേണ്ട. എൻ്റെ പച്ചപ്പ് നീ കൂട്ടണം, അനേകർക്ക് എനിക്ക് തണലായിട്ടെങ്കിലും മാറണം. ദൈവം അതിൻ്റെ പ്രാർത്ഥന കേട്ടു. വേനലിൽ എല്ലാ വൃക്ഷങ്ങളുടെ ഇലകൾ കൊടിഞ്ഞപ്പോൾ അതിൻ്റെ പച്ചപ്പ് മാത്രം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അനേകം യാത്രികർ അതിൻ്റെ പച്ചപ്പ് കണ്ട് അതിൻ്റെ തണലിലേക്ക് കടന്നു വന്ന് ആശ്വാസം കണ്ടെത്തി കടന്നുപോയി. ഒരു ദിവസം യാത്രക്കാരനായിട്ട് വന്നത് ക്രിസ്തുവായിരുന്നു. അവ നോക്കിയപ്പോൾ പച്ചപ്പുള്ള അത്തവൃക്ഷം കണ്ടു, അതിൻ്റെ ചുവട്ടിലേക്ക് വന്നു. എന്നാൽ തണലാഗ്രഹിച്ചല്ല, അതിൽ ഫലമുണ്ടോ എന്ന് ആഗ്രഹിച്ച. ഫലമില്ലാത്തതിൻ്റെ പേരിൽ യേശു അതിനെ ശപിച്ചു. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഇത്. ഫലമില്ലാത്തതിൻ്റെ പേരിൽ യേശു എന്താണ് ശപിച്ചത്? നീലിൽ ഫലം നൽകാനാകാത്ത വിധം നീ വാടിപ്പോകട്ടെ എന്ന. ആ നിമിഷം തന്നെ അത് വാടി. സത്യത്തിൽ നോക്കുക, അവന് വേണ്ടി തണൽ കാത്തു സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് യേശു അതിനെ ശപിച്ചത്. ഒന്ന് ചോദിച്ചോട്ടെ, യേശുവിന് അതിനെ ശപിക്കാനാകുമോ? സ്നേഹകാരുണ്യത്തിൻ്റെ അടയാളമായി ദൈവത്തിൻ്റെ പുത്രന് വെറും ഒരു ഫലമില്ലാത്ത ഒരു കാരണത്തിൻ്റെ പേരിൽ അത്തിവൃക്ഷത്തെ ശപിക്കാനാകുമോ? 40 ദിനരാത്രങ്ങളുടെ കൊടും വിശപ്പിലും യേശു കല്ലുകളെ അപ്പമാക്കിയില്ല. പിന്നെ ഒരു നേരത്തെ വിശപ്പിന് എന്തിനാ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത്? എല്ലാ പ്രഭാത ബലികളിലും സ്വന്തം ശരീരരക്തങ്ങളെയാണ് അവൻ നമുക്കായിട്ട് നമ്മുടെ ആത്മീയ ഭോജനമായിട്ട് തരുന്നതെങ്കിൽ വെറും ഒരു നേരത്തെ വിശപ്പിൻ്റെ പേരിൽ ഒരു അത്തിവൃക്ഷത്തെ തന്നെ വാടിപ്പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുമോ? നമ്മുടെ കണ്ണുകളിൽ ഇതൊരു കുരിശാകാം. പക്ഷേ ദൈവത്തിൻ്റെ നികാന്തമായ പദ്ധതിയുടെ പിന്നിൽ ഇതൊരു ശാപമൊന്നുമല്ല, അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് കഥ തുടരുകയാണ്. യേശു പറഞ്ഞു, നീ വാടിപ്പോകട്ടെ. അത് വാടിപ്പോയി. യേശു കടന്നു പോയപ്പോൾ അവൻ്റെ പിന്നാലൊരു മരം വെട്ടുകാരൻ വന്ന് നോക്കിയപ്പോൾ വാടിക്കൊഴിഞ്ഞിരിക്കുന്ന അത്തിവൃക്ഷം. ആ മരം വെട്ടുകാരൻ കൊടാല കൊണ്ട് അത് വെട്ടി ആ മരവുമായിട്ട് വീട്ടിലേക്ക് പോയി. സ്വന്തം കരവേല കൊണ്ടൊരു കുരിശു പണിതു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റോമൻ പടയാളികൾ യേശുവിനെ കുറ്റവാളിയെ പിടിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ചുമലിൽ എടുത്തു വെച്ചത് ഈ കുരിശാണ്. ഒരു പിതാവ് സ്വന്തം മകനെ തോളിലെടുത്തു കൊണ്ടുപോകുന്ന സ്നേഹ തീവ്രതയിൽ യേശുനാഥനെ കുരിശും വഹിച്ചുകൊണ്ട് ജെറുസലേമിൻ്റെ വഴിയിലൂടെ നടന്നു. പലവട്ടം യേശുവും കുരിശും വീഴുന്നുണ്ട്. വീഴുമ്പോഴൊക്കെ യേശു അതിനെ എടുത്ത് സ്നേഹത്തോടെ ചുംബിച്ച് വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നു. ഒടുവിൽ കാൽവരിയിലെത്തി. ആ കുരിശിൻ്റെ വിരിമാലിൽ സ്വന്തം കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു മരിച്ചു. അതോടെ കുരിശ് അനുഗ്രഹത്തിൻ്റെ മഹത്വത്തിൻ്റെ രക്ഷയുടെ അടയാളമായിട്ട് മാറി. നോക്കുക, അല്ല അവിടെ കണ്ണിൽ അത്യവിഷം ശപിക്കപ്പെട്ടതെന്നതായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ആ ശാപം ദൈവാനുഗ്രഹത്തിൻ്റെ നിമിത്തമായിട്ട് മാറി. അതാണ് കുരിശ് നമ്മോട് പറയുന്നത്. ഒരു പക്ഷേ അത്യവിഷം ഫലവുമായിട്ട് കാത്തിരുന്നെന്ന് വിചാരിക്കുക. വന്ന യേശുവിന് ഫലം കൊടുക്കുമ്പോൾ യേശു അതിനെ അനുഗ്രഹിച്ചേക്കാം. നീ 100 വർഷം ജീവിക്കുക, അനേകർക്ക് ഫലം നൽകി നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. എന്നാൽ ആ അനുഗ്രഹത്തേക്കാൾ വലിയൊരു അനുഗ്രഹമല്ലേ കുരിശിന് കിട്ടിയത്? വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് ദ ക്രോസ്, ഓൺലി ദ ക്രോസ് ഐ ലവ്, ബിക്കോസ് ഐ ഓൾവേസ് സീ ഇൻ ജീസസ് ഷോൾഡർ. കുരിശിനെ ഞാൻ സ്നേഹിക്കുന്നു, കുരിശിനെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു. കാരണം കുരിശ് എപ്പോഴും ഞാൻ ക്രിസ്തുവിൻ്റെ ചുമരോടുകൂടി കാണുന്നു. ഇതാണ് സത്യം, കുരിശിൻ്റെ പിന്നിലുള്ള സത്യം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും സങ്കടങ്ങളും വേദനകളും വരുമ്പോൾ ജീവിതം ഒരു കുരിശായിട്ട് മാറുമ്പോൾ വിചാരിച്ചു പോകരുത് ദൈവം തരുന്നൊരു ശാപമാണെന്ന്. ചില നേരങ്ങളിൽ ദൈവം നമ്മുടെ ഇരുട്ടിലേക്ക് തള്ളും. കാരണം ദൈവമാണ് പ്രകാശമെന്ന് പഠിപ്പിക്കാൻ.
ചില നേരങ്ങൾ ദൈവം ദുഃഖ ദുരന്തങ്ങൾ തരും. ദൈവമാണ് ഏറ്റവും വലിയ ആനന്ദമെന്ന് തിരിച്ചറിയാൻ ഇതേ ഉള്ളൂ ഈ സങ്കടങ്ങൾക്ക്, ദുഃഖങ്ങൾക്കുള്ള അർത്ഥം. സ്നേഹത്തോട് അതിനെ ഏറ്റെടുക്കാനുള്ള ആത്മീയാർജവമുണ്ടെങ്കിൽ ആ കുരിശ് കാലങ്ങൾ കഴിയുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് മാറും. കുരിശിനെ സ്നേഹിക്കുക. കഴുത്തിൽ വെറുമൊരു ആഭരണമാകാതെ മനസ്സിലെ ആരാധനയുടെ അടയാളമാക്കിയത് മാറ്റുക. കാരണം ആ കുരിശിലാണ് ക്രിസ്തു മരിച്ചത്. ആ കുരിശിലൂടെയാണ് അനേകരെ വീണ്ടെടുത്തത്. നാം ആഗ്രഹിക്കാത്ത ഒരുപാട് സങ്കട ദുഃഖങ്ങൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ പരിഭവപ്പെടരുത്. കാരണം ക്രിസ്തു നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അനുദിന കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാൻ. ഇടറുമ്പോൾ പതറുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിലേക്കൊന്ന് നോക്കുക. ഓർക്കുകയാണ് ഫ്രാൻസിസ് സാലസ് വിശുദ്ധന. ഒരു ദിവസം അദ്ദേഹം ഒരു വൃദ്ധയായ അമ്മയെ കണ്ടു. എന്നും ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വീട്ടിലെത്തുന്നൊരമ്മ. അമ്മയുടെ കരങ്ങളുള്ള മൺപാത്രത്തിൽ നിറയെ വെള്ളമാണ്, ഭാരമുണ്ട്. എന്നാൽ ആ വെള്ളത്തിന് മുകളിൽ ഒരു ചെറിയ മരക്കഷ്ണം ഇട്ടുകൊണ്ട് അമ്മ പോകുന്നത് അത് കണ്ടപ്പോൾ ആകാംക്ഷയോടെ ഫ്രാൻസിസ് സാലസ് ചോദിച്ചു, എന്തുകൊണ്ട് ഈ തുളുമ്പുന്ന വെള്ളത്തിന് മുകളിൽ ഇങ്ങനൊരു മരക്കഷ്ണം ഇട്ടിരിക്കുന്നത്? ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഈ കിണറ്റിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഈ ഭാരമുള്ള മൺകുടവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഞാൻ തളർന്നു പോകും. അപ്പോൾ ജലം പുറത്തേക്ക് തുളമ്പിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാതിരിക്കാനാണ് ഞാൻ ഈ മരക്കഷ്ണം ഇട്ടിരിക്കുന്നത്. അമ്മയുടെ വാക്കുകൾ എന്തെന്നില്ലാതെ ഫ്രാൻസിസ് സാലസിനെ ചിന്തിപ്പിച്ചു. അദ്ദേഹം സ്വന്തം മേടയിലേക്ക് പോയതിന് ശേഷം ഒരുപാട് സങ്കട ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കൂട്ടുകാരനൊരു കത്തെഴുതി. പ്രിയ സ്നേഹിത, ജീവിതത്തിൽ ദുഃഖ ദുരന്തങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ, ജീവിതം തുളുമ്പിപ്പോകുമെന്ന് തോന്നുമ്പോഴെങ്കിലും ക്രിസ്തുവിൻ്റെ മരക്കുരിശിലേക്കൊന്ന് നോക്കുക. അത് നിന്നെ ശാന്തനാക്കും. സത്യം, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, അകാരണമായ സംഘർഷങ്ങളുണ്ടാകുമ്പോൾ, പറഞ്ഞറിയിക്കാത്ത രോഗവേദനകളുണ്ടാകുമ്പോൾ ആശ്വാസമായി ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുക. അവൻ ഏറ്റെടുത്ത കുരിശ്, അവൻ മഹത്വീകരിച്ച കുരിശ്, ആ കുരിശ് നമ്മുടെ ജീവിതത്തെയും വീണ്ടെടുക്കണം. ദൈവം ആരെയും ശപിക്കുന്നില്ല. ശാപമെന്ന് നാം കരുതുന്നത് നമ്മുടെ കാഴ്ചയുടെ വെളിച്ചമില്ലായ്മ കൊണ്ടാണ്. ആഴങ്ങളിൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് തിരിച്ചറിയുക. ഓർക്കണം, യേശു 33 വർഷം ഭൂമിയിൽ ജീവിച്ചു. 3 വർഷം പരസ്യ ജീവിതം ചെയ്തു. ഒരുപാട് അനുഗ്രഹങ്ങളും അവൻ കൊടുത്തിട്ടുണ്ട്. കുഷ്ഠരോഗിയെ തൊട്ട് അവൻ സൗഖ്യപ്പെടുത്തി. അന്ധന് കാഴ്ച നൽകി. ചെവിടന് കേൾവി ശക്തി കൊടുത്തു. വിശന്നൊരു ജനാവലിക്ക് അവൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. അത്ഭുതങ്ങളാണ് അവൻ 3 വർഷവും പരസ്യ ജീവിതത്തിൽ ചെയ്തത്. എന്നാൽ കുരിശിലെ 3 മണിക്കൂർ സഹന ജീവിതത്തിലൂടെ അവൻ ചെയ്തത് മഹാത്ഭുതങ്ങളാണ്. ഓരോ അത്ഭുതങ്ങളും കുറച്ചു പേരെ മാത്രം വീണ്ടെടുത്തപ്പോൾ കുരിശിലെ മഹാവേദനയിലൂടെ അവൻ മാനവരാശിയുടെ മുഴുവൻ പാപക്കറകളെ മായ്ച്ചു കളഞ്ഞു. 33 വർഷത്തെ ജീവിതത്തേക്കാൾ തികവും സൗന്ദര്യമുള്ളത് കുരിശിലെ 3 മണിക്കൂർ സഹനത്തിനാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ ജീവിതത്തേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത തരുന്നത് കുരിശെടുക്കുന്ന നിമിഷങ്ങളിലാണ്. അംഗീകാരങ്ങളുടെ മധ്യയോ സന്തോഷത്തിൻ്റെ മധ്യതയോ സമൃദ്ധിയുടെ മധ്യയോ അല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ തരുമ്പോൾ, കുരിശ് തരുമ്പോൾ അതിനെ നാം എടുക്കുന്ന ആർജവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് കുരിശിനെ സ്നേഹിക്കുക, അതിൻ്റെ പിന്നാലെ പോവുക. മഹത്വത്തിൻ്റെ അടയാളമാണ് കുരിശെന്ന് തിരിച്ചറിയുക. യേശുനാഥൻ നമ്മോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക, എന്നെ നിങ്ങൾ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അനുദിന കുരിശെടുക്കാൻ. ഒരുപാട് കുരിശുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ വേദനാജനകമാണെങ്കിൽ അത് നമ്മുടെ കുരിശ് തന്നെയാണ്. യേശു പറയുന്നു അതിനെ എടുക്കാൻ. നമ്മുടെ ജീവിതത്തിൽ തന്നെ വേദനകളുടെ അനുഭവങ്ങൾ ഏറെയുണ്ടാകും. പരിഭവപ്പെടരുത്. ദൈവം വെച്ച് നീട്ടുന്ന കുരിശ. അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, വീഴുമെന്ന് തോന്നുമ്പോൾ, തളരുമ്പോൾ പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ കുരിശിലേക്കൊന്ന് നോക്കുക. ആ കുരിശ് നമുക്ക് കരുത്ത് തരും, ബലം തരും മുന്നോട്ട് പോകാൻ. ഓർക്കുക, എല്ലാ വേദനകൾക്കും ഒടുവിൽ കുരിശിൽ ക്രിസ്തുനാഥൻ തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചു മരിച്ചു. അതിനുശേഷം 3-ാം നാൾ ഉയർത്തു. എല്ലാ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും വേദനകൾക്കും അപ്പുറം ഒരു മഹത്വത്തിൻ്റെ ദിവസമുണ്ടെന്ന് തിരിച്ചറിയുക.
എൻ്റെ ജീവിതം തന്നെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഫോർമേഷൻ കാലത്ത് വലിയൊരു ദുരന്തമുണ്ടായി. എൻ്റെ ഹൃദയത്തിനൊരു ദൂരമുണ്ടെന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിലെ തിക്താനുഭവയുടെ കാലമായിരുന്നു. ഓപ്പറേഷൻ വേണം, ഒരുപാട് കാശ് വേണം, സാമ്പത്തിക കെട്ടുറപ്പൊന്നും കുടുംബത്തിലില്ല. ആ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിലൊരു ദൂരമുണ്ടെന്നറിഞ്ഞ ദിവസം ലോർദ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് സങ്കടത്തോട് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തിനാണ് നീ എനിക്ക് കുരിശ് തന്നതെന്ന്. നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കടന്നു വന്നപ്പോൾ നീ എൻ്റെ ജീവൻ എടുക്കുകയാണോ എന്ന്. ആ ദേവാലയത്തിൽ വെറുതെ അൾത്താരയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ഞാനതുവരെയും ദൈവത്തെ കുറ്റം വിധിച്ചത് എൻ്റെ ഹൃദയത്തിലൊരു ദൂരത്തിൻ്റെ പേരിലാണ്. എന്നാൽ ക്രിസ്തുവിന് നെഞ്ചിലും വേറൊരു ദൂരമില്ലേ? നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി സ്വയം ഏറ്റെടുത്ത കുന്തമനയുടെ ആഴമുള്ള മുറിവാണ്. അവൻ എനിക്ക് തന്ന മുറിവ് സത്യത്തിൽ അവനോട് രമ്യതപ്പെടുത്താൻ തന്നൊരു അനുഗ്രഹമല്ലേ? ആദരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കുരിശിനെ ശപിച്ചിട്ടില്ല, സ്നേഹത്തോടെ ഏറ്റെടുത്തു. ദൈവം ഒരുപാട് കൃപാവരങ്ങൾ തന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു, വൈദികനായി, ക്രിസ്തുവിന് പുരുഷനായി, അനന്ത ജീവിതത്തിൽ ദൈവം എനിക്ക് അനേകങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. ഞാനിപ്പോൾ ദൈവത്തെ വണങ്ങുന്നത് എനിക്ക് തന്ന കുരിശിനെ ഓടുത്ത ആ കുരിശിനെ മഹത്വത്തോടെ സ്വീകരിച്ചത് കൊണ്ട് കാലങ്ങൾക്ക് ശേഷം ദൈവം ഇപ്പോൾ എൻ്റെ പ്രേക്ഷിത വേളയിൽ അനുഗ്രഹങ്ങൾ മാത്രം ചൊരിയുന്നത്. ഒരുപാട് പേരുണ്ട് എൻ്റെ സഭയിൽ, വേദപണ്ഡിതന്മാർ, വചന പ്രഘോഷകർ, ധ്യാനഗുരുക്കന്മാർ. പക്ഷേ അവരെക്കാളേറെ ദൈവം അവസരങ്ങൾ എനിക്ക് വേണ്ടി വെച്ച് നീട്ടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ മുമ്പ് ഞാൻ ഇരിക്കുന്നു എന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണ്. അനുദിന ജീവിത കുരിശുകളെ സ്നേഹത്തോട്ട് ഏറ്റെടുത്താൽ കാലങ്ങൾ കഴിയുമ്പോൾ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റുമെന്ന്. വീഴുമ്പോഴെങ്കിലും യേശുവിൻ്റെ തിരുക്കുരിശിലേക്കൊന്ന് നോക്കുക. ആ കുരിശ് നമ്മോട് പറയും, എല്ലാ കുരിശിനും പിന്നിലൊരു മഹിമയുണ്ടെന്ന്. ഉദ്ധാനത്തിൻ്റെ മഹിമ. ആ മഹിമ സ്വീകരിക്കാൻ നമുക്ക് കരുത്തുള്ളവരാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.